ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവൽ വെച്ചിട്ടുള്ളൊരു വടയാണ്. നല്ല മുരുമുരാന്നിരിക്കുന്ന അവൽ വട നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്ക് വൈകിട്ട് സ്നാക്സിന് വേണ്ടിയിട്ട് ചായ തിളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതും റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള വെള്ള അവലാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഈ വെള്ളത്തിൽ അവൽ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വേറൊരു ബൗളിലേക്കൊന്ന് അവൽ നമുക്ക് മാറ്റിയിടാം. നമ്മളിനി എടുക്കുന്നത് കനം കുറഞ്ഞിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അവൽ നന്നായിട്ടൊന്ന് കുതിർന്നു പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ നമ്മൾ അവലിട്ടതിന് ശേഷം അരിപ്പയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ വെള്ളം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ അവൽ നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവൽ നമുക്ക് കട്ട പിടിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നമുക്കൊരു 3-4 സ്പൂൺ അളവിൽ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന തൈരിന് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാനൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഇപ്പോൾ വെള്ളമോ തൈരോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഒന്നുകിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പുളിപ്പില്ലാത്ത തൈരാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരല്പം തൈര് ചേർത്തൊന്ന് കുഴച്ചെടുത്താലും മതിയാവും. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും എന്താ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം അവലൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള അവൽ കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ ഷേപ്പാക്കി എടുക്കുന്നത് പോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരിപ്പ് വടയുടെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അവലും ഷേപ്പാക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള അവൽ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ഈ ഒരു ചൂടിൽ വേണം എണ്ണ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ അവൽ വട നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ബാക്കി ഷേപ്പാക്കി വെച്ചിട്ടുള്ള എല്ലാ അവലും എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. അപ്പോൾ അവലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.